ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാ ഉണ്ട് വിശേഷം? എൻ്റെ ദൈവമേ, വിശേഷങ്ങൾ എന്നാ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വിശേഷങ്ങളും കേൾക്കുമ്പം ചങ്ക് പിടയ്ക്കുന്നതും പൊടിയുന്നതും വിശേഷങ്ങളാണ്. ഇപ്പോൾ ഈ 2025 വന്നതിന് ശേഷം കേൾക്കുന്നത് മൊത്തം എല്ലാ ദിവസവും, ഒരു ദിവസം ഇല്ലാണ്ട് എല്ലാ ദിവസവും ഓരോരോ വാർത്തകളാണ് അല്ലേ. അത് കരളലിയിപ്പിക്കുന്ന മാതിരിയുള്ള വാർത്തകളായിക്കോട്ടെ, ഹൃദയം നുറുങ്ങുന്ന സൈസ് വാർത്തകളായിക്കോട്ടെ. അയ്യോ, എനിക്കറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്നറിയോ? ശരിക്കും എന്നതാണ് നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പേടിയാവുമോ, ഈ ഭൂമിയിൽ എന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കും. ഇന്നിപ്പം ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻസൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ എടുത്തപ്പോഴത്തേനും ഒരു ഇത് കണ്ടു കേട്ടോ. ഇത്ര മണിക്കൂർ മുമ്പേ കണ്ടിട്ടേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ മുഖത്തിൻ്റെ ഇന്നും ചൊറിച്ചിൽ മാറിയിട്ടില്ല കേട്ടോ. ചൂടൂര് മാറി ഇങ്ങനെ വന്നിട്ട് ചൊറിച്ചില്ല. അതാണ് ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാരും അത് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ചൂട് പറ്റത്തില്ല. മുന്നേക്ക് അവിടെ പോയി ആ ചൂടിടിച്ചില്ലേ, അതിൻ്റെ അതൊന്ന് ചെവിക്ക് മുഖത്തിന് ഇത്ര ഭാഗത്തിനാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ചൂടൂരുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ കണ്ട ഒരു ഇതാണ്, യൂട്യൂബിനകത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കേ 15 വയസ്സുകാരിയും 42 വയസ്സുകാരനും ഒരു മരത്തിൻ്റെ കൊമ്പേ തന്നെ തൂങ്ങിച്ചെത്തു. കാണാതായ 42കാരനെയും 15കാരിയും ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തിയെന്ന്. എന്നതാണ് നടക്കുന്നത്? ഈ 15 വയസ്സുള്ള പെണ്ണൊക്കെ ഇത്രയും ഏജുള്ള ഒരാളുടെ കൂടെയൊക്കെ എന്തിനിറങ്ങി പോകുന്നു? എന്നതാണ് നടക്കുന്നത്? അവൾക്ക് എന്നെ കഴിഞ്ഞ ദിവസം കണ്ടോ, നടുത്തളത്തിലിട്ട് അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു ഈ മലയാളികളുടേതല്ല, കേരളക്കരയെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അല്ലേ. ഒരു വലിയ കോളേജിൻ്റെ നടുത്തളത്തിലിട്ട് ഒരു ചെറുക്കനെ ഇട്ട് അടിച്ചിടിച്ച് ബാറ്റ് വെച്ചു, അതും ഇതുമൊക്കെ വെച്ച്. എന്നിട്ട് അന്നേരം ഷൂട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ഒരു ഇത് കാണിച്ചു. പക്ഷേ ഇറങ്ങിച്ചെന്ന് ആ ചെറുക്കനെ രക്ഷപ്പെടുത്താനായിട്ട് ആരും കാണിച്ചില്ല. എന്നിട്ട് എന്താ പറ്റിയേ? ശിക്ഷാ നടപടികൾ വല്ലതും എടുത്തോ? കുറേ നാൾ പിടിച്ചകത്തിടും, അത് കഴിയുമ്പം പുറത്തിറക്കി വിടും. അത് പൈസ എന്നാ പറയുന്നത്, സാമ്പത്തികപരമായിട്ടുള്ളവരാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് കൂളായിട്ട് ഇറങ്ങിപ്പോരും. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണം, ശരിയല്ലേ? അത് കഴിഞ്ഞ് വേറൊരു ഇറക്കം കോച്ചിനെ കൊന്നിക്കുന്നത് കണ്ടു. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കണ്ടു അല്ലേ. അതിനെ ചെയ്യാത്ത ദുഷ്ടത്തരങ്ങളൊന്നുമില്ല. എന്നിട്ട് വല്ല ഇതായോ പോട്ടെ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാനായിട്ടിരുന്ന ചെറുക്കോച്ചിനെ അവനെന്തോ ഒന്ന് കൂവി, എന്തോ പ്രോഗ്രാമിനൊന്ന് കൂവി എന്നുള്ളൊരു ചെറിയ കാരണത്താലായിട്ട് ആ കൊച്ചിനെ ചെയ്തതന്നെ. ഓരോ കുഞ്ഞു മക്കളും ഉണ്ടായി പാടുപെട്ട് അതുങ്ങളുടെ കണ്ണിലോട്ട് നോക്കി അതുങ്ങളെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന അച്ഛനമ്മമാരുടെ അവസ്ഥ എന്നാ. ഒരു കണക്ക് പറഞ്ഞാൽ ഇത്രയും ദുഷ്ടരായ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുന്നതും ഒരു പരിധിവരെ കാരണവന്മാരാണെന്ന് പറയാൻ പറ്റുള്ളൂ, അവരുടെ പേരൻസ് ആണെന്ന്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, ഞാൻ നിയമത്തിൻ്റെ വഴി ഞാൻ കൈകാര്യം ചെയ്ത് തന്നോളാം എന്ന് പറയുന്ന പേരൻസ് വരെയാണ് ഇന്ന് ഈ സമൂഹത്തിൽ, ഈ ലോകത്തിലുള്ളത്. അതുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യാനും ഒരു പേടിയില്ല, ഒരു മടിയില്ലല്ലേ. എന്നിട്ട് അവന്മാരെ കൊണ്ടുവന്ന് എക്സാം എഴുതിച്ചേക്കുന്നു. അവന്മാരുടെ ഭാവി പോകത്തില്ലേ. 5-6 അവന്മാരാണോ 6ആണോ അവന്മാരുടെ കൊണ്ടുവന്ന് എക്സാം എഴുതിച്ചേക്കുന്നു. ഒരു സത്യം പറഞ്ഞാൽ അവരുടെ ഭാവികളാണോന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ക്ഷമിക്കാൻ പറ്റത്തില്ലാത്ത തെറ്റാണ് ചെയ്തത്. ആ കുഞ്ഞിൻ്റെ ദേഹത്തെ അത്രയും സ്ഥാനമാനങ്ങളിൽ ദ്രോഹിച്ച് എന്നിട്ടും അത് വീട്ടിൽ പോലും പറയാണ്ട് പേടിച്ചു പോയി കിടന്ന് മരണത്തിന് കീഴടങ്ങിയ ഒരു കുഞ്ഞത്. ചിലപ്പോൾ അവൻ്റെ ഈ തെറ്റ് കാണാം, പക്ഷെ നമുക്ക് ഒരാളുടെ ജീവൻ എടുക്കാനോ ഒന്നും ഇങ്ങനെ ഗ്യാങ് കൂടി പിള്ളേർക്ക് അവകാശമുണ്ടോ? അത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. പുറത്തൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. ഏത് അവയവം വെച്ച് തെറ്റ് ചെയ്യുന്നു ആ അവയവം കട്ട് ചെയ്യും. അപ്പം ഒരിക്കലും ഒരുത്തനെ തൊടാനായിട്ട് ഒന്നുകൂടെ ആലോചിക്കും, ശരിയല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മൊത്തം സത്യം പറഞ്ഞാൽ ഭരണ തലവന്മാരുടെ, നമ്മുടെയൊക്കെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തികളുടെ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ വരണം. എങ്കിലേ ഒരു ശകലമെങ്കിലും നിയമത്തിനൊക്കെ ഒരു ഇത് വരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം അറിയാണ്ട് പറഞ്ഞു പോവാ കേട്ടോ. എൻ്റെ പൊന്നു ദൈവമേ, എന്തൊക്കെയാണ് കാണിക്കുന്നത്. സ്വന്തം അമ്മ കൂട്ടുനിന്ന് മകനെ കടം ഉള്ള കാര്യങ്ങളെല്ലാം വരുത്തി വെച്ച് ആ അമ്മ, ഞാനും മനസ്സിലോർത്തു, നമ്മൾ ആരും അറിയുന്നില്ല ആ അമ്മേനെ. ദൈവമേ, ആ അമ്മേനെ എങ്ങനെ അവർ ചെയ്യാൻ തോന്നി? ആ അമ്മ മകനെ കുറ്റം പറയുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമാണ്. എന്താ മക്കളെ എന്ത് ജയിലിൽ അല്ല ഹോസ്പിറ്റലിനകത്ത് ബന്ധുക്കൾ ചെല്ലുമ്പോൾ ചോദിക്കുന്നതെന്ന്. അപ്പൻ ഇത്ര വർഷമായിട്ട് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുക, ഒരു തുണ്ട് കുപ്പൂസോ ഒരു ബ്രെഡ് കഷ്ണമോ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും പൊരി വെയിലത്തൊക്കെ ഇങ്ങനെ പോകുന്ന പിന്നെ എന്നാ പറയുന്നത് പ്രവാസികൾ ജീവിക്കുന്നത്.
മക്കളും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും മക്കളും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഓർത്ത് ഓരോ നേഴ്സ് സ്ത്രീകളായിക്കോട്ടെ, ഇതേപോണക്കുള്ള ഇപ്പം വെട്ടിക്കൊന്ന അവൻ്റെ അച്ഛനെ പോണക്കുള്ള മനുഷ്യരായിക്കോട്ടെ, പക്ഷെ വീട്ടിൽ ഇരിക്കുന്നവരൊന്നും ചിന്തിക്കുന്നതിനാണെന്നറിയോ, അവരെന്തോ ഇങ്ങനെ പിടിച്ചു കുലുക്കുമ്പോൾ ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്നതാണെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആ അമ്മ ഒരു പരിധി വരെ ആ മകൻ്റെ തെറ്റ് അംഗീകരിച്ചു കൊടുക്കാതെ ഈ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാതിരുന്നെങ്കിൽ അവൻ എത്രയും വലിയൊരു ക്രിമിനൽ ആകിയല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞ, ഒരു പരിധി വരെ നമ്മൾ പേരൻസാണ് നമ്മുടെ മക്കളെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, സെക്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിതം, സെക്സാണ് ഏറ്റവും വലുത്. സെക്സാണോ ജീവിതത്തിൽ ഏറ്റവും വലുത്? ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ സെക്സ് വേണം, വേണ്ടെന്ന് പറയുന്നില്ല. ഇപ്പം എനിക്ക് 48 വയസ്സായി, ചേട്ടായിക്ക് ഈ മെയ് ആകുമ്പോൾ 60 വയസ്സാകും. ഞങ്ങളിപ്പോഴും പ്രേമിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തിന് മാത്രമല്ല നമ്മൾ ജീവിതത്തിൻ്റെ ഏതൊരു ഭാഗത്തിനാണെങ്കിലും നമ്മൾ ഒരു കാര്യത്തിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ശരിയല്ലേ? എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു ഇത് കൊടുക്കണം. ഇത് ചിലരുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, ഓരോ വാർത്തകളൊക്കെ വായിക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് എന്തെങ്കിലും ഇച്ചിരി അസുഖമോ വയ്യാഴികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തപ്പിക്കൊള്ളുക അടുത്ത കാമുകിയെ. എന്തിനാ? സെക്സിന് വേണ്ടി. ഭർത്താവിന് എന്തെങ്കിലും ഒരു പോരാഴികയോ വയ്യാഴികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ തപ്പിക്കൊള്ളുക വേറെ കാമുകനെ. എന്തിനാ? സെക്സിന് വേണ്ടിയിട്ട്. ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ സെക്സിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കരുത്. അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതം എന്താവുമെന്നറിയോ? കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടതാണല്ലേ, ഒരു തിരുമേനിയുടെ, ഒരു അമ്പലത്തിലെ ശാന്തിക്കാരൻ്റെ ഭാര്യ ഒരുത്തനുമായിട്ട് പ്രേമിച്ചിട്ട് അവൻ വന്ന് എങ്ങനെയാ കൊന്നേന്ന് വരെ ഉള്ളത് നമ്മൾ ന്യൂസിനകത്തൊക്കെ കണ്ടാണല്ലേ. അപ്പം നമ്മുടെ സ്വന്തം മക്കളെയും നമ്മുടെ സ്വന്തം വീട്ടുകാരെയൊക്കെ വഞ്ചിച്ചിട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്ന വ്യക്തികളുടെ ജീവൻ അധികം നാളൊന്നും ഭൂമിയിൽ കാണിയില്ല. ഇങ്ങനെ ഏതേലും അവളുമാരുടെയോ ഒക്കെ കൈ കൊണ്ട് മരിക്കും. സ്ത്രീകളാണേലും കണ്ടിട്ടില്ലേ, ഓരോ രീതിയിൽ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കൂടെ നടന്ന് എല്ലാം കൊണ്ടു നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവനെക്കാട്ടി വലിയൊരു സുന്ദരനെ കണ്ടു, അല്ലെ അവനെക്കാട്ടി വലിയൊരു ക്യാഷുകാരനെ കണ്ടു, അന്നേരം ഇവനെ എങ്ങനെയും തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞ അത്ഭുതത്തോടെ ഓരോ ദിവസവും എണീക്കുമ്പോഴ അറിയുന്ന ഓരോ വാർത്തകളും ചങ്കലിയിപ്പിക്കുന്നതും കരളലിയിപ്പിക്കുന്നതും. കഴിഞ്ഞ ദിവസത്തെ കണ്ടോ ഷൈനി? സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടി ഏതായാലും എൻ്റെ അത്രയും ഏതെങ്കിലുമൊക്കെ കാണുമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പൊട്ടത്തരം ചെയ്യണ്ടായിരുന്നു, സൂയിസൈഡ് എന്നുള്ളൊരു വഴി എടുക്കണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു എന്താ പറയുന്നത്, നമ്മളൊരു വിഷം കഴിച്ച് മരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിച്ചാകുന്ന പോലെയോ ഒന്നുമല്ല, അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു മരണമാണ് ആ മക്കൾക്കും കൂടെ കൊടുത്തത്. ദൈവമേ, എന്തിനാ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തു? അവർ ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു, അവർ ജീവിച്ച് കാണിക്കണമായിരുന്നു എന്നൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ കരുതിയ കാര്യമാണ്. പക്ഷെ ഒരു പരിധി വരെ അതിനെ കുഞ്ഞുങ്ങളെ കൊന്നതിനോടല്ല ഞാൻ പറയുന്നത്, പുള്ളിക്കാരത്തി സൂയിസൈഡ് ചെയ്തതിനോടും അല്ല ഞാൻ പറയുന്നത്, ഒരു പരിധി വരെ തള്ളി വിടുകയാണ് ദുഷ്ടപ്രവൃത്തിയിലൂടെ. ഭർത്താവിൻ്റെ വീട്ടുകാരായിക്കോട്ടെ, പിന്നെ സ്വന്തം വീട്ടുകാരായിക്കോട്ടെ, പിന്നെ എന്നാ പറയുന്നത്, ഇത്രയും നന്മകളുള്ള ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പുരോഹിതന്മാരായിക്കോട്ടെ, ഓരോ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ പിടിച്ചു നിർത്താനായിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീക്ക്, നേഴ്സായിട്ടോ ജോലി ചെയ്ത് ഒരു സ്ത്രീക്ക് ജോലി കൊടുക്കാൻ പാടില്ല, നമ്മുടെ ഈ കേരളത്തിൽ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് തന്നെ അപമാനവും പുച്ഛവും. കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ, കോവിഡ് വന്നു നമ്മുടെ നാട്ടിലല്ലേ, കൊറോണ വന്നപ്പം വർഷങ്ങളായിട്ട് ജോലിയൊന്നും ചെയ്യാണ്ടിരുന്ന വ്യക്തികൾക്കൊക്കെ നേഴ്സുമാരായിട്ട് അന്നേരം എടുത്തായിരുന്നല്ലോ. അപ്പം ഈ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും വേണ്ടായോ? അപ്പം ജീവിക്കാനായിട്ടുള്ള വഴി മുട്ടിച്ച് കളഞ്ഞു ആ ഷൈനിയുടെയും മക്കളുടെ എന്നാണ് പറയേണ്ടത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി ആരോടെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടാനുള്ള ഒരു ഇത്, എന്താ പറയുക, മനസ്സ് തുറന്ന് പറയാനായിട്ടുള്ള ഒരു ഇത് കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ സഹായിച്ചേനെ അല്ലേ. ഇതല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ളവർ ആ മക്കളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുവോ, ഷൈനിക്കൊരു ജോലി കിട്ടുമോ ഒക്കെ ചെയ്തേനെ. പക്ഷേ അതിന് നമുക്കൊരു വീണ്ടും വിചാരം ഇങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു അവസരം അതിന് കൊടുത്തില്ല. പക്ഷെ അതിനെ ഒരു പരിധി വരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്രയും വർഷങ്ങൾ അനുഭവിച്ചു. ഇപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യമുണ്ടേ,
ദൈവമേ, കുഞ്ഞു മക്കളല്ലല്ലോ, നമ്മളിപ്പോൾ കൊണ്ടുപോയി വേറൊരു വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ എൻ്റെ ഒരു ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ കഷ്ടതയും ദുരിതമൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പം തീരെ പൊടി കുഞ്ഞുങ്ങളായതുകൊണ്ട് എനിക്ക് അയലോക്കത്തൊക്കെ കൊണ്ടുപോയി എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് ജോലിക്കൊക്കെ പണിക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയ അവരുടെ കാര്യം നോക്കാനും മാത്രം പ്രാപ്തിയായ കുഞ്ഞുങ്ങളാണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നെ ഭയങ്കരമായിട്ട് അലട്ടുന്ന, ഉറങ്ങാൻ പറ്റാത്ത ഒരു കുറേ ദിവസങ്ങളായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഷൈനിയുടെയും മക്കളുടെയും മരണം. കാര്യം നമ്മുടെ ആരുമല്ല, പക്ഷെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഒരു കാര്യമായതെന്ന് നമ്മൾ ഉൾക്കൊണ്ടൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എത്ര കണ്ട് ഇതാണെന്ന് അറിയാം. നമ്മുടെ നാടും നമ്മൾ മലയാളികളും ഒക്കെ മൊത്തത്തിൽ നല്ല മനസ്സിന് ഉടമയുള്ളവരുണ്ടെന്നേ. ഈ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ഇതിന് വരുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കുവോ, ഒന്ന് സംസാരിക്കുകയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ മക്കളാണേലും അത്രമാത്രം, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, ഇപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ, ആ മക്കളും അത്രമാത്രം മനസ്സ് മടിച്ചു. ആദ്യം ആ കുഞ്ഞ് പോകുമ്പോഴേ, ഇളയ കുഞ്ഞ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അവൾ പിന്മാറാൻ ശ്രമിക്കുന്നുണ്ട്, പിടിച്ച് വലിച്ചുകൊണ്ട് അമ്മ പോകുമ്പോൾ. പക്ഷെ ആ അമ്മയുടെ അടുത്ത് ചെന്ന് ആ ട്രെയിനിൻ്റെ മുമ്പിൽ അവർ 3 പേരും ചേർന്ന് നിൽക്കണമെങ്കിൽ അപ്പോൾ ആ മക്കൾ രണ്ടും കൂടെ നിരൂപിച്ചാലും അമ്മേനെ പാളത്തിന് ഇപ്പുറത്തോട്ട് വലിച്ചു മാറ്റാമായിരുന്നു. പക്ഷേ അവരും അത്ര കണ്ട് മനസ്സ് കയ്പാക്കി മടുത്തുകൊണ്ടാണ്. ഒരു വല്യച്ഛനിൽ നിന്നോ വല്യമ്മയിൽ നിന്നോ ഒരു അമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു അയലോക്കംകാരിൽ നിന്നോ പോലും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു കരുതൽ കിട്ടിയാലെന്നുള്ളൊരു ബോധ്യം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് വന്നുകൊണ്ട്. അതല്ലെങ്കിൽ അത്രമാത്രം സഹിക്കാൻ വയ്യാത്ത ഈ മക്കളോ ഷൈനിയോ പീഡ എന്തെങ്കിലും ഈ വേണ്ടപ്പെട്ടവരിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒത്തിരി നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ചില വേദനകളുണ്ടല്ലോ, അങ്ങനെ വല്ലതും അനുഭവിച്ചിട്ടായിരിക്കാം കേട്ടോ സൂയിസൈഡ് ചെയ്തത്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, അത് ഒരിക്കലും ചെയ്തത് നല്ലതല്ല, തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയാം. കാരണം ഏതെങ്കിലും അറിയത്തില്ലാത്ത ഒരു നാട്ടിൽ പോയി പോട്ടെ, ഇനിയിപ്പം നമുക്ക് അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേഴ്സായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണല്ലോ, ഞാനൊരു കടയിൽ പോയി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ആളുടെ വീട്ടിൽ അടുക്കളപ്പണിക്ക് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കും. ദുരഭിമാനം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചാണെങ്കിലും, പക്ഷെ നമ്മൾ അങ്ങനെ വെക്കാണ്ട് ഏതൊരു അന്യനാട്ടിൽ നമ്മളെ അറിയത്തില്ലാത്ത ഏതൊരു സ്ഥലത്ത് പോയി നിന്നാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമോ മനസ്സിൽ. ഒരു പരിധി വരെ എല്ലാവരും കൂടെ അതുങ്ങളെ കൊന്നു കളഞ്ഞതിന് സമമായിട്ടായി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഓരോ ദിവസമുള്ള വാർത്തകൾ കാണുമ്പോൾ കേട്ടോ, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് ചതിച്ചതായിക്കോട്ടോ, ഇങ്ങനെ ഓരോ കഥകളും ഓരോ ദിവസവും കേൾക്കുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും മൊത്തം കാണുമ്പോൾ സ്വന്തം മക്കൾക്കൊരു വിലയില്ലാതെ കാമുകന്മാരെ തേടിപ്പോകുന്നു, സ്വന്തം ഭാര്യയ്ക്കൊരു വിലയില്ലാണ്ട് കാമുകിമാരെ തേടിപ്പോകുന്നു. ദൈവമേ, സ്വന്തം കാമുകിയുടെ കുഞ്ഞിനെ കൊല്ലുന്നു. ഈ ശരിക്കും പറയാമെന്ന് ആലോചിച്ച് നോക്കിയേ, നടക്കുന്ന ഒരു സന്തോഷമുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്ത് കാണാനുണ്ടോ? നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ വാർത്തയൊക്കെ ഒന്ന് വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നല്ല എത്രയോ മെസ്സേജുകൾ, എത്രയോ നല്ല കാഴ്ചകൾ, മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ ചെയ്യുന്ന കാഴ്ചകൾ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കിട്ടുന്നത് എന്നെ നോക്കാൻ മകൻ പഠിച്ച് ജോലിക്ക് അങ്ങോട്ട് പോയതായിരിക്കും, അമ്മേനെ നോക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ വേറൊരാളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചു. ആ പുള്ളി കുടിയും കഴിഞ്ഞു വന്നിട്ട് അമ്മേനെ എടുത്തിട്ട് അടിക്കുന്നത് ഇന്ന് കണ്ടതാ. അത് എന്താ നടക്കുന്നതെന്ന് ഓർത്ത് നോക്കി. അയ്യോ, ഒരു കണക്ക് പറഞ്ഞാൽ നമ്മുടെ നാട് നശിച്ച് തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഭയങ്കരമായിട്ട് നശിച്ച് തീർന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിനുള്ളിൽ അപ്പടി നീറ്റലും വേദനയും വരും. ഒരു പരിധി വരെ ശരിയാണോ, നമ്മുടെ വിഷമങ്ങളും മനസ്സിന് സങ്കടവും പിടിച്ച് നിൽക്കാൻ വയ്യാത്തൊരു കണ്ടീഷനൊക്കെ വരുമ്പോൾ നമ്മൾ സൂയിസൈഡിനെ കുറിച്ച് ഓർക്കും. പക്ഷേ എത്രയാന്ന് പറയാനും നമ്മുടെ മക്കളെ കൊല്ലാനായിട്ട് നമുക്ക് ഒരിക്കലും അത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ജീവിച്ചത് എൻ്റെ മക്കൾ എനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ജീവിച്ചത്. നിങ്ങളെപ്പോണൊക്കെയുള്ള കുറേ ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്, സ്നേഹത്തിൻ്റെ ഉള്ള ചേർത്ത് പിടിക്കലോ അതൊക്കെ എന്നെ ഒരു പരിധി വരെ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റി. സത്യം ഞാൻ പറയുക, അങ്ങനെ ആ ഷൈനിക്ക് ആരെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ടായാലും മതിയായിരുന്നു, ആരെങ്കിലും മനസ്സ് തുറന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ഇപ്പം ഞാൻ ഈ ചാനലുള്ളതുകൊണ്ട് എന്നെ ഒത്തിരി പിള്ളേരൊക്കെ വിളിക്കാറുണ്ടേ. ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഓരോ കുഞ്ഞുങ്ങളുടെ കഥയൊക്കെ. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവ് സ്വന്തം അമ്മായിയുടെ കൂടെ, നല്ല ചെറുപ്പക്കാരി ഭാര്യ കൂടെയുണ്ട്, പക്ഷെ അതിന് സ്നേഹമില്ല, ഇഷ്ടമില്ല, മക്കളില്ല, എന്നിട്ട് അതിന് പുറത്ത് പോലും കൊണ്ടുപോകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം നല്ല മിടുക്കിയായ ഭാര്യ കൂടെ ഉണ്ടായിട്ടും സ്വന്തം അമ്മായിയുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി
ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെയുള്ള ദുഷ്ടതരങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എന്തുവാ ഈ കാട്ടി കൂട്ടുന്നത്? എവിടെ ചെന്ന് നിൽക്കും? പക്ഷെ എന്നിട്ട് ആ പെൺകുട്ടി സൂയിസൈഡിനാണോ ശ്രമിക്കുന്നത്? അല്ല, അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പഠിത്തം വിദ്യാഭ്യാസമുള്ളതാണ്. പക്ഷെ അവൾ എങ്ങനെയെങ്കിലും പുറത്തോട്ടോ എങ്ങനെയെങ്കിലും പോയി സ്വന്തമായിട്ട് ജീവിക്കണം സിന്ധുമേ. അതാ എൻ്റെ ആഗ്രഹം. ഞാൻ പല പ്രാവശ്യം ഓർത്ത് മരിക്കാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ, നിൻ്റെ മനസ്സിലുണ്ടല്ലോ എവിടെയോ ദൈവത്തിൻ്റെ ഒരു ഇത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നീ പറഞ്ഞത് നിനക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം, അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാം, വിദ്യാഭ്യാസമാണ് കുഞ്ഞാൽ. ഒരിക്കലും നീ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് ഒരു ചേച്ചി വിളിച്ചിട്ട്, ഒരു അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഡോക്ടർ വരെയുള്ള കുടുംബമാണ്. അതും നമ്മുടെ ഇടുക്കി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുള്ള കുടുംബമാണ്. 3 മക്കൾ ആ അമ്മയ്ക്ക്. കെട്ടിയോൻ ഗൾഫുകാരൻ. ആ അമ്മേനെ ഒരു കുഞ്ഞൊരു മുറിയും ഒരു ബാത്റൂമും ഉള്ള ഇതിനകത്ത് വർഷങ്ങളായിട്ട് ഗൾഫിൽ പൂട്ടിയിട്ട് അനുഭവിക്കാത്തൊന്നുമില്ല. ആ അമ്മ തിരിച്ച് നാട്ടിൽ ഒരു വിധത്തിൽ ആരുടെയും ഫ്രണ്ട്സിൻ്റെ കാരുണ്യം കൊണ്ട് നാട്ടിൽ തിരിച്ച് കയറി വന്നു. എവിടെയെങ്കിലും ഹോം നേഴ്സായിട്ടെങ്കിലും പോയി എനിക്ക് ജീവിക്കണം സിന്ധു. ദൈവം തന്ന, ഈശ്വരൻ തന്ന ജീവൻ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അതിന് ആത്മഹത്യയാണ് എൻ്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ചേച്ചി, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോളെ, നിനക്കറിയാമെങ്കിൽ ഇങ്ങനെ ഈ അന്തേവാസികളെ നോക്കുന്ന എവിടെയെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ? ഇതല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളോ ആരും അറിയത്തില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോയി ജോലി, ഹോം നേഴ്സ് മതി, ജോലി ചെയ്ത് ജീവിക്കാനായിട്ട്. അവർ അധ്യാപിക, അവർ അങ്ങനെ എന്തോ ഒരു സ്ഥാനത്ത് ഇരുന്ന ഒരു വ്യക്തിയാണ്. നല്ല ശമ്പളം കൈ മേടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഓർത്ത് നോക്കിയേ. പക്ഷെ അവരൊക്കെ അന്നേരം സൂയിസൈഡാണോ മാതൃക കാണേണ്ടത്? എനിക്ക് ശൈനിയ ചെയ്തതിനോട് എനിക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ സാഹചര്യമായിരിക്കാം, ഞാൻ കുറ്റം പറയുകയല്ല. എല്ലാവരും കൂടെ അതിനെ ആ പെൺകുട്ടിയെ പെടുത്തി കളഞ്ഞതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ നാടിന് എത്രയോ നല്ല നന്മയായിട്ട് വരേണ്ട ഒരു നേഴ്സാണ്. ആപത്ത് സമയത്ത് എന്താ പറയുന്നത്, കൊറോണ ടൈമിലൊക്കെ നേഴ്സുമാരൊക്കെ മാലാഖമാരായിരുന്നു അല്ലേ? വെള്ള കുപ്പായം ഇട്ട മാലാഖമാർ. ഞാൻ പറഞ്ഞൊക്കെ കണ്ടേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് 1 വർഷം ഫുള്ള് എക്സ്പീരിയൻസ് ആകെങ്കിലേ ജോലി കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞേക്കുന്നതാണ്. ഒന്ന് ഓർത്ത് നോക്കി. പോട്ടെ, എന്തൊരു ജോലി ആയിക്കോട്ടെ, പഠിച്ചു നേഴ്സുമാരാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാ പെട്ടെന്ന് ഇത് കൊടുക്കണമെന്ന് അങ്ങനെയുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരു 2 മാസം പോട്ടെ, അല്ലെ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് അവർ ആ ജോലി ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം അവരുടെ മൈൻഡിലോട്ട് വരത്തില്ലേ. നമ്മളിപ്പം വണ്ടി ഡ്രൈവിങ് പഠിക്കുന്നു, ഞാനിപ്പോൾ കാർ ഓടിക്കുന്നില്ല, ഡ്രൈവിങ് പഠിച്ചു. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ മൈൻഡിൽ തന്നെ ഇരിക്കുകയല്ലേ, അത് മറന്നു പോവുമോ? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നമ്മൾ തയ്യൽ പഠിക്കുന്നു, ഞാനിപ്പോൾ തയ്ക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ തയ്ക്കേണ്ട ആ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് അത് കറക്റ്റായിട്ട് വരും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാണ്, വേറെ ഒരു ജോലിയെ മാതിരിയല്ല നേഴ്സ് ജോലി. നമ്മുടെ പലരുടെയും ജീവൻ വെച്ചുള്ള കളിയാണ്. പക്ഷെ അത് അത്രയും കാര്യമായിട്ടല്ലേ ചെയ്യത്തുള്ളൂ, ശ്രദ്ധിക്കത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നല്ല മനസ്സൂന്നി ആ ശനി ചോദിച്ച് ചെന്ന് ഏതെങ്കിലും ഒരു ആശുപത്രികളിൽ ഒരു 3 മാസത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ജോലി കൊടുത്തിരുന്നെങ്കിൽ പോട്ടെ, ശമ്പളം ഒത്തിരി കൂടുതൽ കൊടുക്കണ്ട, ശമ്പളം കുറച്ച് കൊടുത്ത് നീ ഒന്നായി വരുന്നിടം വരെ, 1 വർഷം ആകുന്നിടം വരെ, എങ്കിൽ 1 വർഷം ആകുന്നിടം വരെ നിനക്ക് ചെറിയൊരു സാലറിയിൽ നിനക്ക് തന്നിട്ട് നീ ഇത് ഓക്കെ ആക്കായിരുന്നു. അങ്ങനെ ജീവിക്കാനുള്ളൊരു ഇത് കൊടുക്കാമായിരുന്നു, രക്ഷിക്കാമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എല്ലാത്തിനും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നല്ല രീതിയിലുള്ള നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്കും എൻ്റെ പൊന്നെ, ഓരോന്നൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിനുള്ളിൽ ഓർക്ക് ദൈവമേ ഇത് എങ്ങോട്ടാണ് ഈ പോക്കുന്നത്? ഇനിയുള്ള വരും തലമുറകൾ ചിലപ്പോൾ ആ പെൺകുഞ്ഞുങ്ങൾ രണ്ടും ഭാവിയിൽ എത്ര നല്ല ഇതായിട്ട് സമൂഹത്തിന് വേണ്ട നല്ല മക്കളായിട്ട് വളർന്നു വന്നതെന്ന് അറിയാം. ചിലപ്പോൾ ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ എത്രയോ ആൾക്കാർക്ക് നന്മ പകർന്നു കൊടുക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് വരുമായിരുന്നു. ചിലപ്പോൾ പറയാൻ പറ്റുമോ? ഇനി ആ മോൻ്റെ അവസ്ഥ ഓർത്ത് നോക്കി. ബാക്കി ആർക്കെങ്കിലും, നിങ്ങൾ ചാനൽ ന്യൂസൊക്കെ കാണുന്നല്ലേ, ആർക്കെങ്കിലും ഒരു വിഷമമുള്ളതായിട്ട് ഫീൽ ചെയ്തോ? കുറേ നാൾ ചിലപ്പോൾ അവനെ കെട്ടിയവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടും, അതെയും ഇറക്കി വിടും, അത്രേ ഉള്ളൂ. അവൻ വേറെ പെണ്ണ് കിട്ടും, അവൻ സുഖമായിട്ട് ജീവിക്കും. ആർക്ക് പോയി? ആ അമ്മയ്ക്കും മക്കൾക്കും മാത്രം പോയി അല്ലേ? ഒരു പരിധി വരെ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ 3 ജീവൻ ലോകത്ത് കണ്ടേനെ അല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഈശ്വരവിശ്വാസികളായിരുന്നു, മാതാവിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടില്ലേ. പക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ മാതാവേ, ആ ട്രെയിൻ വരുന്ന ആ സമയത്ത് എങ്കിലും മാതാവേ നിനക്ക് അവരെ ഒന്ന് തള്ളി മാറ്റാൻ മേലായിരുന്നു എന്നൊക്കെ. പക്ഷേ പിശാചെന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് തന്നെയാണ് സത്യം അല്ലേ. കാലം കയറി കഴിഞ്ഞാൽ നമ്മുടെ സമയമായാലും നമ്മൾ ഇതാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും പോകാനുള്ളത് പോയി. ഇനിയെങ്കിലും അങ്ങനെയുള്ള ഓരോ വാർത്തകളും കേൾക്കാണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. കാരണം ഓരോ ദിവസമുള്ള ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പറയണം തോന്നി എനിക്ക് ഇത്രയെങ്കിലും. കാരണം നമ്മൾ തെറ്റായ വഴിയിലൂടെ, ആരായിക്കോട്ടെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരു കാലത്തും അവർക്ക് നന്മയെന്ന് പറയുന്ന കാര്യം വരത്തില്ല. അവരെ പിശാച് കൂടി കഴിയുമ്പോഴാണ്, സാത്താൻ ചുറ്റിച്ച് കഴിയുമ്പോഴാണ് അവരുടെ മനസ്സിൽ വേറുള്ള ചിന്തകളിലൂടെയും വേറുള്ള തെറ്റുകളിലൂടെയൊക്കെ ഓരോ മനുഷ്യരും പോകുന്നത് ഈ ഭൂമിയിൽ. അങ്ങനെയുള്ളവരെല്ലാം വലിയ പാവത്തിലും ആപത്തിലും ഒക്കെ പോയി വീഴത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ആർക്കും തോന്നാതിരിക്കട്ടെ. സൂയിസൈഡ് ഒന്നിനും ഒരു പോംവഴിയല്ല. ആർക്കും അങ്ങനൊന്നും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹജീവികൾ, നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നമ്മൾ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമ്മുടെ മകനായിരിക്കണം ഏറ്റവും വലിയ സ്കൂളിലെ ഏറ്റവും ഉന്നതനായിട്ട് എല്ലാത്തിനും ഫുൾ A+ മേടിക്കുന്നതിന് എൻ്റെ കുഞ്ഞായിരിക്കണം. ഈ പറയുന്നത് ഞാനാണെങ്കിലും പിള്ളേരോടൊക്കെ പറയാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ, എടാ A+ മേടിക്കണം കേട്ടോ. അതൊന്നുമല്ല ജീവിതത്തിൽ വേണ്ടത്. വിദ്യാഭ്യാസം വേണം, വേണ്ടെന്നല്ല. പക്ഷേ ഏറ്റവും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് മനുഷ്യത്വം. ഒരു മനുഷ്യജീവിയെ, നമ്മുടെ എന്നാ പറയുന്നത്, നമ്മളെപ്പോഴൊക്കെ ഉള്ള നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിക്കുക. സത്യം. അല്ലാണ്ട് ഇങ്ങനെ കൂട്ടം കൂടി ഒരു പറ്റം കൂട്ടം കൂടി ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുക, അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഇപ്പം എൻ്റെ വീടുമാതിരിയുള്ള, എൻ്റെ വീട്ടിൽ നിന്നുള്ള മക്കളുമാര് തന്നെയുള്ള മക്കളല്ലേ, ചിലപ്പോൾ കുറച്ച് ക്യാഷുകാരുടെ മക്കളായിരിക്കും. എന്തും ആയിക്കോട്ടെ, നിങ്ങളൊക്കെയും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ സമൂഹത്തിന് മൊത്തം അധപതനമായിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ മക്കളെ മാതൃക കാണിച്ചു കൊടുക്കാതെ, അതിലും ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഏറ്റവും എളിമതയോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയും കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ രീതി ജീവിക്കാൻ പഠിപ്പിക്കുക മനുഷ്യത്വത്തോടെ. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഗ്യാങ് ചേർന്ന് ഓരോ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുകയല്ല, കാലന്മാരാകുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറേയെങ്കിലും പേരൻസെ, കാരണവന്മാർ ഉണർന്ന് പ്രവർത്തിക്കുക. ഇനിയെങ്കിലും നമ്മുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനകളും നമ്മുടെ വീട്ടിൽ എന്തൊരു കാര്യമുണ്ടെങ്കിലും നമ്മുടെ മക്കൾ നമ്മളോട് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്നേഹബന്ധവും അടുപ്പവും ഒക്കെ ആക്കി അങ്ങനെ മാറ്റിയെടുക്കുക. അല്ലാണ്ട് ഈ ഇടിയും ചതയും ലഹരിക്ക് ഇതായിട്ടുള്ളതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പിന്നെ എനിക്ക് പേരൻസിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ എന്നാ പറിച്ചിട്ട് പറഞ്ഞാലും എൻ്റെ മക്കളൊക്കെ എന്നാ പറിച്ചിട്ട് പറഞ്ഞാലും സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിമാനിക്കാം കേട്ടോ. സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ടീച്ചർമാരാണെങ്കിലും അവരുടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഉപ്പാരെല്ലാം കൂട്ടമൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ മക്കളുടെ കൂടെ പഠിച്ച പിള്ളേരെ കാണും. സിന്ധു ചേച്ചി അല്ലെ സിന്ധു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് കയ്യാലൊക്കെ പിടിച്ച് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ചോദിക്കും. അതെന്താണെന്നറിയോ, പഠിച്ച കാലത്ത് അത്രയും നല്ല പക്ക ഡീസൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അതെനിക്ക് അഭിമാനത്തോടെ തന്നെ പറയാം. അന്ന് പറഞ്ഞവർക്ക് നമുക്ക് ഓരോ പേരൻസിനും അഭിമാനിക്കണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ മക്കളെ മനുഷ്യ സ്നേഹികളായിട്ട്, നമ്മുടെ ഓരോ മനുഷ്യനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരോടൊരു അലിവ്, സഹജീവികളോടൊരു അലിവ് ഉള്ളവരായിട്ട് വളർത്താനും, അപ്പോൾ എന്താ പറയുക, സഹജീവികളോട് ഒരു അലിവും ദയയും ഒക്കെ ഉള്ളവരായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക കേട്ടോ. അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും സന്ധ്യാപ്രാർത്ഥന വെക്കുക കർശനമായിട്ട്. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും, ഇപ്പോൾ 1 വയസ്സുള്ള പിള്ളേരുടെ തുടങ്ങി എല്ലാവരുടെയും കയ്യിലോട്ട് ഫോണാണ്. ഫോണൊക്കെ ആവശ്യമാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ചീത്തയും ഒത്തിരി ഉണ്ട്. അപ്പം ചീത്ത വശം ഒന്നും എടുക്കാണ്ട് നല്ലത് മാത്രം എടുക്കുന്ന, നിങ്ങൾ ഇരിക്കുന്ന ടൈമിൽ കുറച്ച് സമയം ഇച്ചിരി സമയമൊക്കെ ഫോൺ കൊടുക്കുക. അല്ലാത്ത സമയത്ത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ മോനെന്തി റൂമിലാണ് പഠിക്കുക, എന്നാ ഫോണാ, മോളെന്തി റൂമിലാണ്. അങ്ങനെ ആവാണ്ട് നമ്മുടെ വീട്ടിലെ ഒരു വിരുന്നുകാർ വന്നാൽ നമ്മുടെ വീട്ടിലുള്ള മക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ശരിക്കും ഓരോ ദിവസവും ഉണ്ടല്ലോ, ആ ശനിയുടെയും മക്കളുടെയും ഓരോ ന്യൂസുകളും കേൾക്കുമ്പോഴത്തേനും ചങ്കിനകത്തൊരു പെടച്ചിലാട്ടോ. കുറേ വാതിലുകൾ മുട്ടി നോക്കി, പക്ഷേ ഹൃദയമുള്ള ഒരാളുടെ അടുത്ത് അമ്മയ്ക്കും മക്കൾക്കും ചെന്നെത്താനായിട്ട് പറ്റിയില്ല. സത്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു അറിവിൽ ഞാനൊരു വീഡിയോക്കകത്ത് അവരെ ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല, അവരെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ബിനോയിനെ
ഓർക്കുന്നില്ല എല്ലാവരും? ആ സാറ് ആ ബിനോയ്ക്കൊക്കെ ഒരു ജീവിതം മൊത്തത്തിൽ അവരുടെ ജീവിതം മാറ്റിമറിച്ചു കൊടുത്തു. അത്രയും നല്ല ബിനോയ് പോക്കറയിൽ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോക്കകത്തൊന്നും അങ്ങനെ എപ്പോഴും പറയുന്നില്ലെന്നുള്ളൂ. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചെങ്കിലും വിളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ ഇപ്പം ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അവിടുത്തെ ചൂടൊട്ടും പറ്റുന്നില്ല. പക്ഷേ ഈ ഒരേ കിടപ്പും കൂടെ അല്ലേ, എന്നാലും ഇച്ചിരിയൊക്കെ വോക്കറയിൽ ഉണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മരിച്ചിടത്തുനിന്ന് ഞങ്ങളെ രക്ഷിച്ച സിന്ധു ചേച്ചിന്ന് എപ്പോഴും പറയും. പക്ഷേ ഞാൻ ഒരു കാരണമായിട്ടില്ല. ആ സാറ് ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നാൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. ഇവിടെ നമ്മൾ പോയി കണ്ട ഒരു വീടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു എന്നാ പറയുന്നത്, വീടെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു, കഥകളും കാര്യങ്ങളും ഒക്കെ അന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നില്ല. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് വാടകയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചെറിയ വരുമാനവും കൂടെ ആയി ഇപ്പം. പിന്നെ ബിന്ദു ജോലിക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് പോകുന്നു. മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നു. മക്കൾക്കും ചൂടിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന്. കാരണം അത് പറഞ്ഞതല്ല, നമ്മൾ ഇവിടെ ഇടുക്കി താമസിച്ചവർക്ക് ചൂട് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ സാറ് ദൈവത്തിനെ പോണക്കല്ലേ, അതാ പറഞ്ഞു, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലപ്പം തമ്പുരാൻ്റെ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ കണക്ക് ഈ ഷൈനിയുടെയും മക്കളുടെയും ജീവിതത്തിലും സംഭവിച്ചതിന് ഹൃദയമുള്ള ഒരു സ്ഥലത്തെങ്കിലും എത്തിപ്പെട്ടിരുന്നില്ല. പക്ഷേ ഒത്തിരി വാതിലുകൾ മുട്ടിയെങ്കിലും ഒത്തിരി പേരോട് ഹോസ്റ്റലുകളിലൊക്കെ ചോദിച്ച കാര്യങ്ങളും ഒക്കെ ഓരോന്നും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിനകത്ത് അത്രയും ഒരു വിങ്ങൽ വരും. ഒത്തിരി നോക്കി, പക്ഷേ ഒരിടത്തുനിന്നും ഒരു സ്വന്തം ജനിപ്പിച്ച അച്ഛൻ പേരക്കുട്ടികൾ ഫുഡ് എടുക്കുന്നതിനും TV വെക്കുന്നതിനും വരെ കണക്ക് പറയുക, തിരിച്ചു വ്യത്യാസം കാണിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമക്കളോട് നമ്മൾ ഇതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്താലുണ്ടല്ലോ, അതൊന്നും ഒരുത്തർക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ മക്കളോട് എൻ്റെ ചാച്ചനും അമ്മയോ അല്ലെ എൻ്റെ കെട്ടിയൻ്റെ ചാച്ചനും അമ്മയോ ഒക്കെ തിരിച്ചു വ്യത്യാസം കാണിച്ചാൽ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അതൊക്കെ അത്രയും ദുഷ്ട മനസ്സുള്ളവർക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. ഈ തിരിച്ചു വ്യത്യാസമൊക്കെ കാണിക്കാനൊക്കെ പറ്റത്തുള്ളൂ. സത്യം എൻ്റെ ദൈവമേ, ജീവിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു നല്ല രീതിയിൽ. അതുങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു പോയിക്കൊണ്ടേനെ. ആരെങ്കിലും ഒരു ഹൃദയമുള്ളവരുടെ കൈകളിൽ എത്തിയിരുന്നെങ്കിൽ അമ്മയും മക്കളെയും സമൂഹത്തിന് വേണ്ടപ്പെട്ട ഒരു നേഴ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്തേരം കഷ്ടപ്പെട്ടിട്ടല്ലേ ഒരു BSc നേഴ്സ്. എന്നാണെങ്കിലും ഇത് ഓർക്കുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാർത്തകളും ഒക്കെ കാണുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. നമ്മുടെ എൻ്റെ ഈ 74,000 സബ്സ്ക്രൈബേഴ്സുള്ള ഫാമിലിയിലുള്ള കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ വീഡിയോ. അങ്ങനെയുള്ള ഒരു വീട്ടിലുള്ള ഒരു വ്യക്തിക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് കേട്ടോ. ശരിക്കും ഉള്ളിൽ നേരിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമ്മൾ തെറ്റായ വഴിയെ ആരും സഞ്ചരിക്കാതിരിക്കുക കേട്ടോ. നന്മ മാത്രം കരുതി സഞ്ചരിക്കുക. കാരണം വരും തലമുറകൾക്ക് എങ്കിലും നല്ല രീതിയിലാകണമെങ്കിൽ മൊത്തം ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവലോടുകൂടെ ഒന്ന് ഇടിച്ചു കൂട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.